Output devices. Part 1. Output devices. An output device is any piece of computer hardware equipment which converts information into human readable form. Output device. എല്ലാ കമ്പ്യൂട്ടറും അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. അങ്ങനെ ഡേറ്റ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടും. ആ ഇൻഫർമേഷൻ യൂസറിന് ലഭ്യമാക്കണം. കമ്പ്യൂട്ടറിനകത്ത് പ്രോസസ് ചെയ്യുന്ന സമയത്തെല്ലാം നമുക്കറിയാം കമ്പ്യൂട്ടറിന് ഒരേ ഒരു ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ, മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ്, സീറോയും ഉള്ളൂ. അപ്പോൾ അകത്ത് പ്രോസസ്സർ പ്രോസസ് ചെയ്യുന്ന സമയത്തെല്ലാം ഡേറ്റ 0-1 ഫോമിലായിരിക്കും. ആ ഡേറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും 0-1 ഫോമിലായിരിക്കും. പക്ഷെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് യൂസറിന് ലഭ്യമാക്കുമ്പോൾ യൂസറിന് മനസ്സിലാകുന്ന ഫോർമാറ്റിൽ ലഭ്യമാക്കണം. ആ ഒരു ഡ്യൂട്ടിയാണ് ബേസിക്കലി ഔട്ട്പുട്ട് ഡിവൈസിനുള്ളത്. അപ്പം ഔട്ട്പുട്ട് ഡിവൈസ് ഒരു ഹാർഡ്വെയർ എക്യുപ്മെന്റ് ആണ്. അത് പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടറിനകത്തുണ്ടാകുന്ന ഇൻഫർമേഷന് ഹ്യൂമൻ റീഡബിൾ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്ത് യൂസറിന് ലഭ്യമാക്കുന്നു. ഇറ്റ് ക്യാൻ ബി ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഓഡിയോ ആൻഡ് വീഡിയോ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നത് ഒന്നുകിൽ ടെക്സ്റ്റ് ഫോമിലാവാം, അല്ലെങ്കിൽ ഗ്രാഫിക്സ് ആവാം, സൗണ്ട് അല്ലെങ്കിൽ ഓഡിയോ ഫോം ആവാം, അല്ലെങ്കിൽ വീഡിയോ ഫോം ആവാം. അപ്പൊ ഇങ്ങനെ പല ഫോർമാറ്റിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ടെക്സ്റ്റ് ഫോമിൽ കിട്ടാം, ഗ്രാഫിക്സിൽ കിട്ടാം, ഓഡിയോ ആൻഡ് വീഡിയോ ഫോമിലൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസിൽ കൂടെ ലഭ്യമാകും. Output devices are used for outputting the results that are obtained after processing by the CPU. CPU കമ്പ്യൂട്ടറിനകത്ത് എല്ലാ പ്രോസസ്സിംഗ് ചെയ്യുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന CPU ആണ്. അങ്ങനെ CPU പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് യൂസറിന് ലഭ്യമാക്കുന്നത് ഔട്ട്പുട്ട് ഡിവൈസിൽ കൂടെയാണ്. അപ്പോൾ റിസൾട്ട് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The main task of the output device is to display the results. അപ്പോൾ ഒരു ഔട്ട്പുട്ട് ഡിവൈസിന്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഔട്ട്പുട്ട് ഡിവൈസിന്റെ മെയിൻ ടാസ്ക്. Output devices show the processed information by converting the computer generated data into human readable form such as graphs, alphanumeric text, audio responses, etc. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസസ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഡേറ്റ അതിനെ ഹ്യൂമൻ റീഡബിൾ ഫോം, ഗ്രാഫ് ആയിട്ട്, ആൽഫ ന്യൂമറിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഓഡിയോ റെസ്പോൺസസ് ആയിട്ട് മാറ്റും. The various output devices are monitor, LCD projector, printer. ഇത് മൂന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന 3 ഔട്ട്പുട്ട് ഡിവൈസ്: മോണിറ്റർ, LCD പ്രൊജക്ടർ, പ്രിന്റർ. There are 2 types of output devices. ഇനി ഔട്ട്പുട്ട് ഡിവൈസ് തന്നെ നമുക്ക് രണ്ട് ടൈപ്പിൽ അവൈലബിൾ ആണ്. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്. ആദ്യത്തേതാണ് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്. രണ്ടാമത്തത് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് 2 ടൈപ്പിലുണ്ട്: സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസും ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്. Soft copy output device. Soft copy output device. Soft copy output devices are devices that produce outputs of temporary nature. Temporary nature-ലുള്ള എന്ന് പറഞ്ഞാൽ താൽക്കാലിക നേച്ചറിലുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസസിനെയാണ് നമ്മൾ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പററി നേച്ചറിലുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്. Visual display unit, audio speakers are examples of soft copy devices. Visual display unit, audio speaker ഇതെല്ലാം soft copy ഡിവൈസസിന്റെ എക്സാമ്പിൾസ് ആണ്. കാരണം ഇതെല്ലാം ടെമ്പററി ഔട്ട്പുട്ട് ആണ്. ഇപ്പം വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിൽ നമ്മൾ ഔട്ട്പുട്ട് കാണുമ്പോൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഔട്ട്പുട്ട് അവിടെ നിന്ന് അങ്ങ് പോകും.
അതുപോലെ ഓഡിയോ സ്പീക്കറിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് സോങ്സ് ഒക്കെ അല്ലെങ്കിൽ ലെക്ചേഴ്സ് ഒക്കെ ഓഡിയോ സ്പീക്കർ കൂടെ കേൾക്കാൻ പറ്റൂ. കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഈ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, ഓഡിയോ സ്പീക്കർ, അതുപോലെ ഇത് പറയാത്തുന്നുണ്ട് കമ്പ്യൂട്ടർ പ്രൊജക്ടർ, LCD പ്രൊജക്ടർ, ഇതെല്ലാം സോഫ്റ്റ് കോപ്പി ഡിവൈസസിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി സോഫ്റ്റ് കോപ്പിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഫ്റ്റ് കോപ്പി എന്ന് വെച്ചാൽ സോഫ്റ്റ് കോപ്പി ഫോർമാറ്റിലുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ് കോപ്പിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ് ഈസ് എ വെർച്വൽ കോപ്പി. റിയൽ ആയിട്ടുള്ള ഒരു കോപ്പി അല്ല, ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു കോപ്പിയാണ് ഈ സോഫ്റ്റ് കോപ്പി. അത് ഫിസിക്കലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നോൺ ഫിസിക്കൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ വെർച്വൽ കോപ്പി എന്ന് പറയുന്നത്. സോഫ്റ്റ് കോപ്പി റിക്വയർസ് an electronic interface like computers or mobiles etc. to read and display. സോഫ്റ്റ് കോപ്പി ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണെങ്കിൽ അത് യൂസറിന് ആ ഔട്ട്പുട്ട് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഇന്റർഫേസ് വേണം. ഒരു ഇലക്ട്രോണിക് ഇന്റർഫേസിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് റീഡ് ചെയ്യാൻ പറ്റൂ. എന്ന് വെച്ചാൽ ഒന്നുകിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലൊക്കെ ആവശ്യമുണ്ട്. സോഫ്റ്റ് കോപ്പി ഈസ് എ നോൺ പ്രിന്റഡ് ഡോക്യുമെന്റ് ഫയൽ. സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ അതൊരു പ്രിന്റഡ് കോപ്പി അല്ല, നോൺ പ്രിന്റഡ്, കമ്പ്യൂട്ടറിനകത്തൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന നോൺ പ്രിന്റഡ് ഡോക്യുമെന്റ് ഫയലാണ് ഈ സോഫ്റ്റ് കോപ്പി. സോഫ്റ്റ് കോപ്പീസ് ആർ ഈസിലി പോർട്ടബിൾ ദാൻ ഹാർഡ് കോപ്പി. നമ്മൾ ഹാർഡ് കോപ്പി എന്തോന്ന് ഇനിയിപ്പോൾ പറയും. ഹാർഡ് കോപ്പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാർഡ് കോപ്പിയെക്കാളും ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഈസിയാണ് ഈ സോഫ്റ്റ് കോപ്പി. സോഫ്റ്റ് കോപ്പീസ് ഡസ് നോട്ട് ഓക്കുപ്പൈ റിയൽ ഫിസിക്കൽ സ്പേസ്. റിയൽ ആയിട്ടൊരു സ്പേസ് ഓക്കുപ്പൈ ചെയ്യുന്നില്ല, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സ്പേസ് സോഫ്റ്റ് കോപ്പി ഓക്കുപ്പൈ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നേരത്തെ വെർച്വൽ കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സ്പേസ് സോഫ്റ്റ് കോപ്പി ഓക്കുപ്പൈ ചെയ്യുന്നില്ല. സോഫ്റ്റ് കോപ്പീസ് ക്യാൻ ബി ഷെയർഡ് ത്രൂ എനി ഡിജിറ്റൽ ഷെയറിംഗ് മീഡിയം ലൈക്ക് ഇമെയിൽ, വാട്സ്ആപ്പ് എക്സെട്ര. സോഫ്റ്റ് കോപ്പീസ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ഷെയറിംഗ് മീഡിയം ആയ ഇമെയിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെയൊക്കെ നമുക്ക് സോഫ്റ്റ് കോപ്പി വളരെ ഈസി ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. Soft copies are not expensive like hard copies to generate or produce. ഹാർഡ് കോപ്പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം സോഫ്റ്റ് കോപ്പി ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് കുറവാണ് അല്ലെങ്കിൽ ചെറുതാണ്. അത് സോഫ്റ്റ് കോപ്പീസ് ഹാർഡ് കോപ്പീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സോഫ്റ്റ് കോപ്പി അത്രയും എക്സ്പെൻസീവ് അല്ല. സോഫ്റ്റ് കോപ്പീസ് ഹാവ് നോ ഫിസിക്കൽ വെയിറ്റ്. സോഫ്റ്റ് കോപ്പി എന്നുള്ളത് ഒരു ഫിസിക്കൽ ആയിട്ടൊരു വെയിറ്റ് ഇല്ല, കാരണം അതൊരു നോൺ ഫിസിക്കൽ തിങ് ആണ്. നോൺ ഫിസിക്കൽ തിങ് ആയതുകൊണ്ട് തന്നെ അതിന് ഫിസിക്കലായിട്ട് ഒരു വെയിറ്റ് ഇല്ല. സോഫ്റ്റ് കോപ്പീസ് നീഡ് കമ്പ്യൂട്ടർ മെമ്മറി സ്പേസ് ഫോർ സ്റ്റോറേജ്. നമ്മൾ നേരത്തെ പറഞ്ഞു സോഫ്റ്റ് കോപ്പിക്ക് ഫിസിക്കലായിട്ടൊരു സ്റ്റോറേജ് സ്പേസിന്റെ ആവശ്യമില്ല, പക്ഷെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി സ്പേസ് വേണം. ഇതിന് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലാണ്. ആദ്യം പ്രൈമറി മെമ്മറിയിലും പിന്നെ സെക്കൻഡറി മെമ്മറിയിലുമായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി മെമ്മറിയിലും അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിയിലും ഒക്കെ ഈ സോഫ്റ്റ് കോപ്പി സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് അവൈലബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ മെമ്മറി സ്പേസ് ആവശ്യമാണ് നമുക്ക് ഈ സോഫ്റ്റ് കോപ്പി സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ. സോഫ്റ്റ് കോപ്പീസ് ആർ എഡിറ്റബിൾ. സോഫ്റ്റ് കോപ്പി എന്നുള്ളത് നമുക്ക് വീണ്ടും കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്ന് പ്രത്യേകിച്ചും വേർഡ് പ്രോസസ്സിംഗ് പോലത്തെ ഫയൽസ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് ഫ്യൂച്ചറിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ് കോപ്പീസ് ആർ നെവർ സബ്ജക്റ്റഡ് ടു വെയർ ആൻഡ് ടയർ. സോഫ്റ്റ് എത്ര കാലം കഴിഞ്ഞാലും സോഫ്റ്റ് കോപ്പിക്കകത്ത് ഒരു വെയർ ആൻഡ് ടയറും ഉണ്ടാവില്ല. ഒരു കോപ്പി നമ്മൾ സ്റ്റോർ ചെയ്താൽ 5 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും ഇന്നിപ്പോൾ നമ്മളൊരു കോപ്പി സ്റ്റോർ ചെയ്യുമ്പം ആ സ്റ്റോർ ചെയ്യുമ്പോൾ ഉള്ള ക്ലാരിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി എത്രയായിരുന്നോ അത്രയും ക്വാളിറ്റി തന്നെ എത്ര കാലം കഴിഞ്ഞാലും അതിന് കാണും. അപ്പം അതിന് ഒരു വെയറോ ടയറോ സോഫ്റ്റ് കോപ്പിക്ക് ഉണ്ടാവുന്നില്ല.
In the case of soft copies, there are huge chance of cyber attack data stealing. ഇതാണ് സോഫ്റ്റ് കോപ്പിയുടെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള പോയിന്റ്. സോഫ്റ്റ് കോപ്പി നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ ഉള്ള ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ സൈബർ അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സൈബർ അറ്റാക്ക് ചെയ്ത് ഈ സോഫ്റ്റ് കോപ്പിയിലുള്ള ഡേറ്റ സ്റ്റീൽ ചെയ്തെടുക്കാൻ, മോഷ്ടിച്ച് കൊണ്ടെടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ സോഫ്റ്റ് കോപ്പിയിൽ അതിനൊരു വളരെ വലിയ സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ചും നമ്മൾ സോഫ്റ്റ് കോപ്പി സ്റ്റോർ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ ഓൺലൈനായിട്ട് ഇന്റർനെറ്റ് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു റിസ്ക് അതിനകത്തുണ്ട്. Soft copies example includes e-books, PDF files, Word documents, presentation files, scanned copy, etc. Soft copy double examples are electronic books like e-books, post document format files, PDF files, MS Word volte word processing documents, PowerPoint slide volte presentation files, scanned copy. ഇതെല്ലാം സോഫ്റ്റ് കോപ്പിയുടെ എക്സാമ്പിൾസ് ആണ്. ഇതാണ് സോഫ്റ്റ് കോപ്പി. Next, hard copy output device. Hard copy output device. Hard copy output device are devices that produces outputs of permanent nature. നമ്മൾ നേരത്തെ പറഞ്ഞു സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞ ടെമ്പററി നേച്ചറിലുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസിനാണ് നമ്മൾ സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ പെർമനന്റ് നേച്ചറിലുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസസിന്, ഔട്ട്പുട്ട് ഡിവൈസസിന് നമ്മൾ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആർ ഡിവൈസസ് ദാറ്റ് പ്രൊഡ്യൂസസ് outputs of permanent nature. Printers and plotters are examples of hard copy devices. Printers, plotters ഒക്കെ ഈ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ നേരത്തെ സോഫ്റ്റ് കോപ്പിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയതുപോലെ അതിന് അതേപോലെ ഹാർഡ് കോപ്പിക്കും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹാർഡ് കോപ്പി. ഇറ്റ് ഈസ് എ ഫിസിക്കൽ കോപ്പി. സോഫ്റ്റ് കോപ്പിയുടെ കേസ് ഒരു വെർച്വൽ കോപ്പി ആയിരുന്നു, ഇവിടെ ഒരു റിയൽ കോപ്പിയാണ്. വെർച്വൽ അല്ല, റിയൽ ആണ്. എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ കോപ്പിയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ഔട്ട് എടുത്തു, പേപ്പറിൽ പ്രിന്റ് ഔട്ട് എടുത്തു. പേപ്പറിൽ പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ പേപ്പർ ഒരു ഫിസിക്കൽ തിങ് ആണ്, അതിലാണ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്നത്. അപ്പൊ അതൊരു ഫിസിക്കൽ കോപ്പിയാണ്. ഹാർഡ് കോപ്പി ഡസ് നോട്ട് റിക്വയർസ് ആൻ ഇലക്ട്രോണിക് ഇന്റർഫേസ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ് ഓർ മൊബൈൽ എക്സെട്രാ ടു റീഡ് ആൻഡ് ഡിസ്പ്ലേ. അങ്ങനെ നമ്മൾ ഹാർഡ് കോപ്പി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രിന്റർ ഒരു ഹാർഡ് കോപ്പി ഡിവൈസിന്റെ എക്സാമ്പിൾ ആണ്. അപ്പം പ്രിന്റർ യൂസ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രിന്റ് ഔട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രിന്റ് ഔട്ട് വായിക്കാൻ വേണ്ടി കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ പ്രിന്ററോ ഒന്നും ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിൽ അത് വായിക്കാവുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഹാർഡ് കോപ്പിയുടെ പ്രത്യേകത പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം, ഹാർഡ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അത് റീഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രോണിക് ഇന്റർഫേസിന്റെ ആവശ്യമില്ല. ഹാർഡ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അത് റീഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രോണിക് ഇന്റർഫേസിന്റെ ആവശ്യം ഇല്ല. ഹാർഡ് കോപ്പി ഈസ് എ പ്രിന്റഡ് ഡോക്യുമെന്റ് ഫയൽ. പ്രിന്റർ പോലത്തെ ഔട്ട്പുട്ട് ഡിവൈസ് കൊണ്ട് ആക്ച്വലി പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്ന അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചതിനാണ് നമ്മൾ ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു പ്രിന്റ് ചെയ്ത ഒരു ഫയലാണ്. അതാണ് ഹാർഡ് കോപ്പി ഈസ് എ പ്രിന്റഡ് ഡോക്യുമെന്റ് ഫയൽ. Hard copies are not easily portable than soft copy. സോഫ്റ്റ് കോപ്പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അത്രയും എളുപ്പത്തിൽ നമുക്ക് ഹാർഡ് കോപ്പി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം 1000 പേജുള്ള ഒരു ഡോക്യുമെന്റ്, അങ്ങനെയാണെങ്കിൽ 1000 പേജസ് ഉള്ള ഒരു ബുക്ക് ഫോർമാറ്റോ അല്ലെങ്കിൽ 1000 പേജ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും ഫിസിക്കലി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട്. പക്ഷെ ഇതേ 1000 പേരുടെ ഡോക്യുമെന്റ് സോഫ്റ്റ് കോപ്പിയിൽ വെച്ചിരിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലെ പെൻഡ്രൈവ് പോലത്തെ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പോർട്ടബിൾ ആകും. അപ്പം സോഫ്റ്റ് കോപ്പി എന്നുള്ളതിന് പോർട്ടബിലിറ്റി വളരെ കൂടുതലാണ്. ഹാർഡ് കോപ്പി സോഫ്റ്റ് കോപ്പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാർഡ് കോപ്പിക്ക് അത്ര ഈസിലി, സോഫ്റ്റ് കോപ്പിയുടെ അത്രയും ഈസിലി പോർട്ടബിലിറ്റി എന്നുള്ള ഫാക്ടർ ഹാർഡ് കോപ്പിക്ക് ഇല്ല. ഹാർഡ് കോപ്പീസ് ഓക്കുപ്പൈ റിയൽ ഫിസിക്കൽ സ്പേസ്. ഹാർഡ് കോപ്പി കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഫിസിക്കലി നമ്മൾ പ്രിന്റ് ഔട്ട് പോലെയൊക്കെ എടുത്താണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് ഹാർഡ് കോപ്പി സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള സ്പേസ്, റിയൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സ്പേസ് ആവശ്യമാണ്. സോഫ്റ്റ് കോപ്പിക്കാണെങ്കിൽ ഈ ഒരു ഫിസിക്കൽ സ്പേസിന്റെ ആവശ്യമില്ല. ഹാർഡ് കോപ്പീസ് കാൻ ബി ഷെയർഡ് ത്രൂ എനി ഡിജിറ്റൽ ഷെയറിംഗ് മീഡിയം ലൈക്ക് ഇമെയിൽ, വാട്സ്ആപ്പ് എക്സെട്ര.
എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹാർഡ് കോപ്പി ആ ഫോർമാറ്റിൽ നേരിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഒരു പ്രിന്റ് ഔട്ട് നമുക്കുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്തെടുത്തിട്ട് വാട്സപ്പിൽ കൂടെ ഇമെയിലിൽ കൂടെ ഷെയർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്തെടുക്കുമ്പം അത് ഹാർഡ് കോപ്പി എന്ന് പിന്നെ സോഫ്റ്റ് കോപ്പി ആയി. അല്ലാതെ ആ പ്രിന്റ് ഔട്ട് ഇരിക്കുന്ന പേപ്പർ സ്കാൻ ചെയ്തെടുക്കാതെ നമുക്ക് വാട്സപ്പിൽ കൂടെ ഇമെയിലിൽ കൂടെ ഒന്നും അയക്കാൻ പറ്റില്ല. അപ്പൊ ഹാർഡ് കോപ്പി ആയിട്ട് ഇരിക്കുന്ന ഫോർമാറ്റിൽ നമുക്ക് ഇമെയിലോ വാട്സപ്പോ പോലത്തെ ഒരു ഡിജിറ്റൽ ഷെയറിംഗ് മീഡിയത്തിൽ കൂടെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പൊ അതാണ് ഹാർഡ് കോപ്പീസ് ക്യാൻ ബി ഷെയർഡ് ത്രൂ എനി ഡിജിറ്റൽ ഷെയറിംഗ് മീഡിയം ലൈക്ക് ഇമെയിൽ, വാട്സപ്പ് എക്സെട്ര. Hard copies are relatively expensive to generate or produce. ഇനി സോഫ്റ്റ് കോപ്പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഹാർഡ് കോപ്പീസ് ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. സോഫ്റ്റ് കോപ്പിയേക്കാൾ എക്സ്പെൻസീവ് ആണ് ഹാർഡ് കോപ്പി. കാരണം ഫോർ എക്സാമ്പിൾ പ്രിന്റിംഗ് തന്നെയാണെങ്കിൽ അവിടെ പ്രിന്റിംഗ് സ്റ്റേഷനറിയുടെ കോസ്റ്റ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് പേപ്പർ, ഇങ്കിന്റെ ഒക്കെ കോസ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സോഫ്റ്റ് കോപ്പിയിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും വരുന്നില്ല. ഹാർഡ് കോപ്പീസ് ആർ ഫിസിക്കൽ വെയിറ്റ്. ഹാർഡ് കോപ്പി എന്നുള്ളത് ഹാർഡ് കോപ്പിക്ക് ഫിസിക്കലായിട്ട് വെയിറ്റ് ഉണ്ട്. ആണ് നേരത്തെ പറഞ്ഞത്. ഇപ്പം 1000 പേജുള്ള ഡോക്യുമെന്റ് പ്രിന്റ് ഔട്ട് എടുത്താൽ 1000 പേജ് കാണും. അപ്പൊ 1000 പേജ് എന്ന് പറയുമ്പോൾ അതിന് എത്രയോ ഗ്രാംസ് വെയിറ്റ് കാണും. അപ്പം ഹാർഡ് കോപ്പി എന്നുള്ളതിന് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള വെയിറ്റ് ഉണ്ട്. ഹാർഡ് കോപ്പീസ് നീഡ് ഫിസിക്കൽ സ്പേസ് ഫോർ സ്റ്റോറേജ്. അതുപോലെ ഹാർഡ് കോപ്പി നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഫിസിക്കൽ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആവശ്യമാണ്. ഫിസിക്കൽ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഹാർഡ് കോപ്പീസ് ആർ നോട്ട് എഡിറ്റബിൾ. നമ്മൾ ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വെട്ടിത്തിരുത്തിക്കൂടെയായിരുന്നു. പക്ഷെ അതൊരു എഡിറ്റിംഗ് പ്രക്രിയ അല്ല. എസ്ഐൻ നമ്മൾ സോഫ്റ്റ് കോപ്പിയിലായിരിക്കുമ്പോൾ വേർഡിനകത്ത് കൊണ്ടുവന്നിട്ട് അതിൽ നമുക്ക് മാറ്റം വരുത്താം. അപ്പൊ ഹാർഡ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് കോപ്പി ഫോർമാറ്റിൽ ഇരിക്കുമ്പം അത് എഡിറ്റബിൾ അല്ല. ഹാർഡ് കോപ്പീസ് ആർ സബ്ജക്ട് ടു വെയർ ആൻഡ് ടെയർ. ഫോർ എക്സാമ്പിൾ പേപ്പർ തന്നെയാണ്. നമ്മൾ ഹാർഡ് കോപ്പിയിൽ എക്സാമ്പിൾ പ്രിന്റ് ഔട്ട് ആണ്. ഒരു പേപ്പർ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചു. അത് കാലങ്ങൾ കഴിയുമ്പം, വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ കളർഡ് പ്രിന്റ് ഔട്ട് ആണെങ്കിൽ അതിന്റെ കളർ ഡിം ആവാനോ ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതേസമയം ഇതേ ഡോക്യുമെന്റ് സോഫ്റ്റ് കോപ്പിയിൽ വെക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പം ഹാർഡ് കോപ്പി ആണെങ്കിൽ വേറും ടേറും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. In the case of hard copies, there are no chance of cyber attack data stealing. ഹാർഡ് കോപ്പി ഫിസിക്കലായിട്ട് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നതുകൊണ്ട് സൈബർ അറ്റാക്കിൽ കൂടെ ആ ഡേറ്റ സ്റ്റീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സോഫ്റ്റ് കോപ്പി നമ്മൾ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലാണ് വെച്ചിരിക്കുന്നത്. ഇന്റർനെറ്റ് എനേബിൾഡ് കമ്പ്യൂട്ടർ ആണെങ്കിൽ, പ്രത്യേകിച്ചും നമ്മൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് എപ്പോഴെങ്കിലും അത് പ്രൈമറി മെമ്മറിയിലൊക്കെ വെക്കുകയാണെങ്കിൽ അവിടെ ഡേറ്റ സ്റ്റീലിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഈ കേസിൽ ഹാർഡ് കോപ്പിയുടെ കേസിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ഹാർഡ് കോപ്പീസ് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ബുക്സ്, ഒഫീഷ്യൽ ലെറ്റേഴ്സ്, നോട്ട്സ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് എക്സെട്ര. ബുക്സ് പ്രിന്റ് ഔട്ട് എടുക്കുന്നുണ്ട്, ഒഫീഷ്യൽ ലെറ്റർ പ്രിന്റ് ഔട്ട് എടുക്കുന്നുണ്ട്, നോട്ട്സ് പ്രിന്റ് ഔട്ട് എടുക്കുന്നുണ്ട്, ന്യൂസ് പേപ്പേഴ്സ് പ്രിന്റ് ഔട്ട് എടുക്കുന്നുണ്ട്, മാഗസീൻസ് പ്രിന്റ് ഔട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഹാർഡ് കോപ്പിയുടെ എക്സാമ്പിൾ ആണ്. ദിസ് ഈസ് ഹാർഡ് കോപ്പി. അടുത്ത നമുക്ക് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് നോക്കാം. നെക്സ്റ്റ് മോണിറ്റർ. ഇതാണ് ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ, ഒരു മോഡേൺ കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ ഫോട്ടോ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ മോണിറ്ററിന്റെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നമ്മൾ പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഈ കമ്പ്യൂട്ടർ മോണിറ്റർ. കമ്പ്യൂട്ടർ മോണിറ്റർ ഇല്ലാതെ നമുക്ക് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധ്യമല്ല. മോണിറ്റേഴ്സ് ആർ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. മോണിറ്റേഴ്സ് നമ്മൾ VDU എന്ന് പറയും, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. It is used to display images, text, video and graphics information generated by a connected computer via a computer's video card. Image display ചെയ്യാൻ, text display ചെയ്യാൻ, video display ചെയ്യാൻ, graphics display ചെയ്യാൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് മോണിറ്റർ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ, അതിനകത്ത് കമ്പ്യൂട്ടേഴ്സിന്റെ വീഡിയോ കാർഡ് കാണും. ആ വീഡിയോ കാർഡൊക്കെ യൂസ് ചെയ്താണ് എസ്പെഷ്യലി വീഡിയോ ഗ്രാഫിക്സ് പോലത്തെ ഇൻഫർമേഷൻ ഒക്കെ മോണിറ്ററിൽ കൂടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്.
A monitor usually comprises the visual display, circuitry, casing, and power supply. Monitor എന്ന് പറയുമ്പോൾ അതിനകത്ത് വിഷ്വൽ ഡിസ്പ്ലേ, ആ സ്ക്രീൻ വിഷ്വൽ ഡിസ്പ്ലേ ഉണ്ട്, നേരത്തെ പറഞ്ഞ വീഡിയോ കാർഡ് പോലത്തെ സർക്യൂട്ടറി ഉണ്ട്, അത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന കേസിംഗ് ഉണ്ട്, പിന്നെ ഈ മോണിറ്റർ വർക്ക് ചെയ്യാനായിട്ടുള്ള പവർ സപ്ലൈ. അപ്പോൾ വിഷ്വൽ ഡിസ്പ്ലേ ഉണ്ട്, സർക്യൂട്ടറി ഉണ്ട്, കേസിംഗ് ഉണ്ട്, ബിൽറ്റ് ഇൻ പവർ സപ്ലൈ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. Computer monitors range from 19 to 34 inches, measured diagonally from corner to corner. നമ്മൾ കമ്പ്യൂട്ടർ മോണിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു കോർണറിൽ നിന്ന് വേറെ കോർണർ എന്ന് വെച്ചാൽ ഒന്നുകിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്ന് ബോട്ടം റൈറ്റ് കോർണർ, അല്ലെങ്കിൽ ലെഫ്റ്റ് ബോട്ടം കോർണറിൽ നിന്ന് ടോപ്പ് റൈറ്റ് കോർണർ. ഡയഗണൽ വൈസ് കോർണർ ടു കോർണർ ആണ് നമ്മൾ മോണിറ്ററിന്റെ ഡയമെൻഷൻ വലിപ്പം നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ 19 ഇഞ്ച് മുതൽ 34 ഇഞ്ച് വരെയുള്ള മോണിറ്റർ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നു. 19 ഇഞ്ച് മുതൽ 34 ഇഞ്ചസ് വരെയുള്ള മോണിറ്റർ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നു. The most commonly used are 22 inches and 24 inches. And മൊത്തം റേഞ്ച് 19-34 ഇഞ്ചസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത്, അല്ലെങ്കിൽ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് 22 ഇഞ്ചും 24 ഇഞ്ച് മോണിറ്റേഴ്സും ഒക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. This range provides enough screen real estate for general productivity tasks and even light multitasking without overcrowding the desktop. 22 inches or 24 inch monitors എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് എങ്ങനെ നമുക്ക് അധികം സ്ട്രെയിൻ ഇല്ലാതെ യൂസ് ചെയ്യാം, അതേപോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത്ര ഒരു ഇനഫ് സ്ക്രീൻ സൈസ് ഉണ്ട്. അതാണ് ഇനഫ് സ്ക്രീൻ റിയൽ എസ്റ്റേറ്റ് ഫോർ ജനറൽ പ്രൊഡക്ടിവിറ്റി ടാസ്ക്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ടാസ്ക് ഒക്കെ വരുമ്പോൾ അത് പ്രത്യേകിച്ചും ഒരേ സമയത്ത് നമ്മൾ ഒന്നിക്കൂടി ടാസ്ക് ഒക്കെ യൂസ് ചെയ്യും. അപ്പം ഒരേ സമയത്ത് എസ്പെഷ്യലി വിൻഡോസ് ബേസ്ഡ് കമ്പ്യൂട്ടർ ആണെങ്കിൽ ഒന്നിക്കൂടി വിൻഡോസ് ഒക്കെ വരും. അങ്ങനെയൊക്കെ വന്നാൽ പോലും അധികം ഓവർ ക്രൗഡിങ് ഇല്ലാതെ 22 ഇഞ്ച് മുതൽ 24 ഇഞ്ച് വരെയുള്ള മോണിറ്റർ ആണെങ്കിൽ സ്ക്രീനിൽ അധികം ഓവർ ക്രൗഡിങ് ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. Most screens may be 1600 into 900 or 720 pixels at 19 inches. 19 ഇഞ്ച് ആണെങ്കിൽ അതിലെ റെസൊല്യൂഷൻ 1600 into 900 ആണ്, അല്ലെങ്കിൽ 72p ആണെന്ന് പറയും. For 21 to 24 inches, 1080 pixel resolution is predominant. 21 to 24 inches ആണെങ്കിൽ 21, 22, 24 inches ഒക്കെ ആണെങ്കിൽ നമ്മൾ 1080 pixel resolution ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ്. Larger than 24 inch models have quad HD, high definition and HD, or 4K specification. 24 inch മോഡലിൽ കൂടുതലാണെങ്കിൽ ഒന്നുകിൽ ഒരു ക്വാഡ് HD ടൈപ്പ് അല്ലെങ്കിൽ 4K മോഡൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ ക്ലാരിറ്റി, എസ്പെഷ്യലി 4K മോഡലൊക്കെ ആണെങ്കിൽ അൾട്രാ ക്ലാരിറ്റി അതിനകത്ത് കാണാം. Types of monitors. CRT, cathode ray tube monitors. ഇതാണ് ഒരു CRT മോണിറ്ററിന്റെ പടം. ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മോണിറ്റർ ആണ് ഈ കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ, CRT മോണിറ്റർ. ഇപ്പൊ ഈ മോണിറ്റർ ഒബ്സലേറ്റ് ആയി, ഇപ്പം ആരും യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ ടെക്നോളജി യൂസ്ഡ് ഇൻ ഏർലി മോണിറ്റേഴ്സ്. പഴയ മോണിറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഈ CRT. ഇറ്റ് യൂസസ് എ ബീം ഓഫ് ഇലക്ട്രോൺസ് ടു ക്രിയേറ്റ് ആൻ ഇമേജ് ഓൺ ദി സ്ക്രീൻ. അപ്പോൾ ഇതിനകത്തൊരു കാഥോഡ് റേ ട്യൂബ് ഉണ്ട്. ആ കാഥോഡ് റേ ട്യൂബ് വഴി ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യും. ഇലക്ട്രോൺസ് സ്ക്രീനിലോട്ട് പ്രൊജക്ട് ചെയ്യും. ഈ സ്ക്രീനിൽ ഫോസ്ഫറസ് കോട്ടിംഗ് ഉണ്ട്. ആ ഫോസ്ഫറസ് കോട്ടിങ്ങിൽ ഇലക്ട്രോൺ ബീംസ് വന്ന് വീഴും. ആ വീഴുന്ന ബീമിന്റെ ഇന്റൻസിറ്റി ഒക്കെ അനുസരിച്ചാണ് സ്ക്രീനിലെ ഓരോ ഫോസ്ഫറസ് കോട്ടിങ്ങിന്റെ പിക്സൽ എന്ന് പറയും, ഓരോ ഡോട്ടും അവിടെ ഗ്ലോ ചെയ്യുന്നത്. അതാണ്, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. It comprises the gun that fires a beam of electrons inside the screen. അകത്ത് മോണിറ്ററിന്റെ അകത്ത് ഒരു ഇലക്ട്രോണിക് ഗൺ ഉണ്ട്. അത് ബീം ഓഫ് ഇലക്ട്രോൺസ് ഫയർ ചെയ്യും. അത് നേരെ ഫയർ ചെയ്ത് സ്ക്രീനിന്റെ ഇൻസൈഡ് സ്ക്രീനിൽ പോയി വീഴും. The electron beam repeatedly hit the inside surface of the screen. ഇലക്ട്രോൺ ബീം റിപ്പീറ്റ് ചെയ്ത് ഈ സ്ക്രീനിന്റെ, നമ്മുടെ മോണിറ്ററിന്റെ വെളിയിലത്തെ സ്ക്രീനല്ല, അകത്തെ സ്ക്രീനിന്റെ ഇൻസൈഡ്, അകത്തെ സ്ക്രീൻ, അതാണ് അതിനെ നമ്മൾ ഇൻസൈഡ് സർഫസ് എന്ന് പറയുന്നത്. ആ ഇൻസൈഡ്
സർഫസിൽ പോയി ഈ ബീം അവിടെ വീഴും. These guns are responsible for generating RGB, red, green, blue. എന്ന് പറഞ്ഞാൽ കളർ മോട്ടറിൽ ശരിക്കും 3 ഇലക്ട്രോൺ ഗൺസ് കാണും. റെഡ് ഇലക്ട്രോൺ ഗൺ, ഗ്രീൻ ഇലക്ട്രോൺ ഗൺ, ബ്ലൂ ഇലക്ട്രോൺ ഗൺ. റെഡ് ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നുള്ള ബീംസ് ഫോസ്ഫറസ് കോട്ടിങ് വീഴുമ്പം അത് റെഡിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് ഗ്ലോ ചെയ്യും. ഗ്രീൻ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നുള്ളത് ഗ്രീനിന്റെ ആയിരിക്കും, ബ്ലൂവിന്റെ ബ്ലൂ ആയിരിക്കും. അപ്പൊ RGB എന്ന് പറയും റെഡ്, ഗ്രീൻ, ബ്ലൂ. More other colors can be generated with the help of combining these 3 colors and color image is formed. ഈ RGBയുടെ പ്രത്യേകത ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ പല റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കളറും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്താണ് റെഡ്, ഗ്രീന്, ബ്ലൂ ഈ 3 കളേഴ്സും വേണ്ടുന്ന ഇൻറ്റൻസിറ്റിയിൽ മിക്സ് ചെയ്താണ് ബാക്കിയുള്ള എല്ലാ കളേഴ്സും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ഈ മോണിറ്ററിൽ കളർ ഇമേജ് ഫോം ചെയ്യുന്നത്. A beam of electrons, cathode rays, അതിന് പറയുന്ന cathode rays, emitted by electron gun passes through the focusing and deflecting systems that directs the beam towards specific positions on the phosphor coated screen. അപ്പം ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് 3 ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും കാഥോഡ് റേസ്, ബീം ഓഫ് ഇലക്ട്രോൺസിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് കാഥോഡ് റേസ്. കാഥോഡ് റേസ് എമിറ്റ് ചെയ്യും, അത് ഇലക്ട്രോൺ ഗണ്ണിൽ കൂടെ പാസ് ചെയ്യും, അത് ഫോക്കസിങ് ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റത്തിൽ കൂടെ ഒക്കെ പാസ് ചെയ്ത് നമ്മളെ ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീനിൽ വീഴും. Phosphorus will glow when they are struck by electron beam. അങ്ങനെ ഫോസ്ഫറസ് കോട്ടിങ് വീഴുമ്പം ആ വീഴുന്ന ബീമിന്റെ ഇന്റൻസിറ്റിക്ക് പ്രപ്പോർഷണൽ ആയിട്ട് ഫോസ്ഫറസ് അവിടെ ഗ്ലോ ചെയ്യും. When the electron beam strike the phosphorus, it continues to glow briefly. ഗ്ലോ ചെയ്യും, പക്ഷെ ഈ വീണ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ ഗ്ലോ അങ്ങ് ഫേഡ് ചെയ്യും. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്യണം നമുക്ക് തോന്നുമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വീണോണ്ടിരിക്കണം. So for the image to be stable, the phosphorus must be reactivated by repeated scans of the electron beam before the glow fades away. ഈ ഗ്ലോ ഫേഡ് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും അപ്പം വീണ്ടും ഇതിനകത്ത് നമ്മൾ സ്കാനിങ് എന്ന് വിളിക്കും, ഇന്റർലൈസ്ഡ് സ്കാനിങ് എന്നൊക്കെ വിളിക്കും. അങ്ങനെ ആ സ്കാനിങ് പ്രക്രിയ വഴി ഈ മോണിറ്ററിലെ ഇമേജ് നമുക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ടൈപ്പ് മോണിറ്റർ ആണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, LCD മോണിറ്റേഴ്സ്. അതിന്റെ ഒരു പടമാണിത്. It is a combination of 2 states of matter, the solid and the liquid. LCD, liquid crystal display. Liquid എന്നുള്ളത് ലിക്വിഡ് സ്റ്റേറ്റ്, ക്രിസ്റ്റൽ എന്നുള്ളത് ഒരു സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയാം. ഇത് രണ്ടിന്റെയും ഒരു സോളിഡ് സ്റ്റേറ്റിന്റെയും ലിക്വിഡ് സ്റ്റേറ്റിന്റെയും കോമ്പിനേഷൻ ആണ് ഇവിടെ നമ്മൾ LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. LCD uses liquid crystal to produce a visible image. അപ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽ ടെക്നോളജി യൂസ് ചെയ്താണ് ഇവിടെ ഒരു വിഷ്വൽ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. ലൈറ്റ് ഈസ് പ്രൊജക്ട് ഫ്രം എ ലെൻസ് ഓൺ എ ലെയർ ഓഫ് ലിക്വിഡ് ക്രിസ്റ്റൽ. ലിക്വിഡ് ക്രിസ്റ്റലിന്റെ ഒരു ലെയർ ഉണ്ട്, ആ ലെയറിലോട്ട് ഒരു ലെൻസിൽ കൂടെ ലൈറ്റ് പ്രൊജക്ട് ചെയ്യും. Liquid crystal display is a thin, flat display device made up of a number of color or monochrome pixels arranged in front of a light source or reflector. അപ്പോൾ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ ലെയർ ഉണ്ട്. ആ ലെയറിൽ എക്സ്പെഷ്യലി കളർ മോണിറ്റർ ആണെങ്കിൽ കളർ പിക്സൽസ് ഉണ്ട്. ഈ കളർ മോണിറ്റർ വരുന്നതിന് മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെയാണ് നമ്മൾ മോണോക്രോം എന്ന് പറയുന്നത്. ഇപ്പൊ ആ ടൈപ്പ് മോണിറ്റർ ഇല്ല, ഇപ്പോൾ ഉള്ള കളർ മോണിറ്റർ ആണ്. അപ്പം കളർ പിക്സൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. In color LCDs, each individual pixel is divided into 3 cells or sub-pixels which are colored red, green and blue. നമ്മൾ നേരത്തെ CRT മോണിറ്റർ നോക്കിയതുപോലെ ഇവിടെ 3 പ്രൈമറി കളേഴ്സ് റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ കളർ പിക്സലിനെയും വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് 3 റീജിയൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട്, റെഡ്, ഗ്രീന്, ബ്ലൂ. കാരണം ഈ 3 കളേഴ്സും ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 കളേഴ്സും പിന്നെ അപ്രോപ്രിയേറ്റ് കോമ്പിനേഷനിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പല കളേഴ്സും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Each subpixels can be controlled independently to yield thousands of millions of possible colors for each pixel. അപ്പോൾ ഓരോ സബ് പിക്സൽസ്, ഈ ഒരു പിക്സലിനകത്തുള്ള 3 സബ് ഏരിയസിനെയാണ് നമ്മൾ സബ് പിക്സൽ എന്ന് പറയുന്നത്. അതിൽ ഒരു സബ് ഏരിയ റെഡ്, വേറൊന്ന് ഗ്രീന്, വേറൊന്ന് ബ്ലൂ. അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് നമുക്ക് മില്യൺസ് ഓഫ് പോസിബിൾ കളേഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. This combination of colored light
with a grayscale image of the crystal formed by the electric current flows through the crystal forms the color image. അപ്പം ഇങ്ങനെ കളർ ജനറേറ്റ് ചെയ്യും. അത് ക്രിസ്റ്റലിലുള്ള ഒരു ഗ്രേ സ്കെയിൽ ഇമേജിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇമേജിന്റെ സ്ട്രക്ചർ ആ ക്രിസ്റ്റലിൽ ഉണ്ടാവും. അതിൽ കൂടെ ഈ കളർ പാസ് ചെയ്ത് കഴിയുമ്പോൾ കളർ ഇമേജ് കിട്ടും. അപ്പോൾ ആ ഗ്രേ സ്കെയിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ക്രിസ്റ്റലിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ്. ഇലക്ട്രിക് കറണ്ട് ആ LCD പാനലിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഗ്രേ സ്കെയിൽ ഇമേജ് ഉണ്ടാവും. ആ ഗ്രേ സ്കെയിൽ ഇമേജിൽ കൂടെ നമ്മൾ ഈ സബ് പിക്സലിൽ കൂടെ ഒക്കെ പാസ് ചെയ്ത് വന്ന കോമ്പിനേഷൻ ഓഫ് കളർ നമ്മൾ പാസ് ചെയ്യിക്കും. അപ്പോൾ ആ ഗ്രേ സ്കെയിൽ ഇമേജിൽ കൂടെ കളർ ഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കളർ ഇമേജ് കിട്ടും. This image is then displayed on the screen. ഈ ഇമേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ. അടുത്ത മോണിറ്റർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ, LED മോണിറ്റർ. കാഴ്ചയിൽ മറ്റേ പെട്ടെന്ന് നമുക്ക് വ്യത്യാസം തോന്നുന്നില്ല. ഇതാണ് LED മോണിറ്ററിന്റെ പടം. It is a flat screen computer monitor which stands for light emitting diode display. LED, light emitting diode. ഇവിടെ ടെക്നോളജിയിൽ മാറ്റമുണ്ട്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലൈറ്റ് വെയിറ്റ് ഇൻ ടേംസ് ഓഫ് വെയിറ്റ് ആൻഡ് ആസ് എ ഷോർട്ട് ഡെപ്ത്. ഇത് വെയിറ്റും കുറവാണ്, ഷോർട്ട് ഡെപ്ത് എന്ന് വെച്ചാൽ സ്ക്രീനിന്റെ തിക്നെസ്സും കുറവായിരിക്കും. സ്ക്രീനിന്റെ തിക്നെസ്സും കുറവാണ്, മൊത്തത്തിലുള്ള മോണിറ്ററിന്റെ വെയിറ്റും കുറവാണ്. ആസ് ദി സോഴ്സ് ഓഫ് ലൈറ്റ് ഇറ്റ് യൂസസ് പാനൽ ഓഫ് LEDs. ഇവിടെ സോഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ട് LEDs, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആണ്. LED എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് ഇവിടെ നമുക്ക് ലൈറ്റിന്റെ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് LED മോണിറ്റർ എന്നുള്ള പേര് വരാൻ കാര്യം. ഇറ്റ് ഈസ് എ മോർ റിലയബിൾ മോണിറ്റർ. LCD മോണിറ്ററിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റിലയബിലിറ്റി കൂടുതലാണ് ഈ LED മോണിറ്റർ. ഇറ്റ് കൺസ്യൂംസ് ലെസ് പവർ, ഫോർ എക്സാമ്പിൾ 20 watts ആൻഡ് റൺ ഓൺ എ ലോവർ ടെമ്പറേച്ചർ. ഇതിന്റെ കറണ്ട് കൺസംപ്ഷനും കുറവാണ്, 20 watts. അതുപോലെ ഇത് ടെമ്പറേച്ചർ വർക്ക് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറും കുറവാണ്. ഇറ്റ് ഹാസ് മോർ ഡൈനാമിക് കോൺട്രാസ്റ്റ് റേഷ്യോ. ബാക്കിയുള്ള മോണിറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിന് ഡൈനാമിക് കോൺട്രാസ്റ്റ് റേഷ്യോ കുറവാണ്. എന്ന് വെച്ചാൽ വ്യക്തത ഇതിനകത്ത് ഒരു മിനിമം കളർ മുതൽ ഒരു മാക്സിമം കളർ വരെ ഉണ്ടാകാവുന്ന റേഷ്യോ ഇതിനകത്ത് കൂടുതലാണ്. അപ്പൊ അവിടെ കുറച്ചും കൂടെ ക്ലാരിറ്റി ഇതിനകത്ത് കാണും. അതാണ് അവിടെ ഡൈനാമിക് കോൺട്രാസ്റ്റ് റേഷ്യോ. അടുത്ത ടൈപ്പ് തിൻ ഫിലിം ട്രാൻസിസ്റ്റർ മോണിറ്റർ, TFT മോണിറ്റേഴ്സ്. ഇതാണ് TFT മോണിറ്ററിന്റെ പടം. TFT monitor is a monitor that uses a variant of CCD. CCD is charge coupled devices, which uses thin film transistor technology to improve image quality. അപ്പോൾ അവിടെ നമ്മൾ TFT ടെക്നോളജി, തിൻ ഫിലിം ട്രാൻസിസ്റ്റർ ടെക്നോളജി എന്ന് പറയുന്ന TFT ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് CCD, ഒരു ചാർജ് കപ്പിൾഡ് ഡിവൈസിൽ കൂടെയാണ് നമ്മൾ ഇത് പാസ് ചെയ്യിക്കുന്നത്. Transistors are used to control the voltage at pixel locating and prevents leaking out of charge from the liquid crystal cells. ഇവിടെ നമുക്ക് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനകത്ത് ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. പിക്സൽ ലെവലില് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ഫോർ ഈച്ച് പിക്സൽ ദർ ഇസ് എ ടൈനി ട്രാൻസിസ്റ്റർ. ഓരോ ട്രാൻസിസ്റ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമുക്ക് ഓരോ പിക്സൽ ഉണ്ട്. ഓരോ പിക്സലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഓരോ ട്രാൻസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഓരോ പിക്സലിലും ഇപ്പോൾ എത്രമാത്രം ഇന്റൻസിറ്റി അനുസരിച്ച് ഉള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വോൾട്ടേജ് വേരിയും. ആ വോൾട്ടേജ് നമുക്ക് ട്രാൻസിസ്റ്റർ വെച്ച് ഇൻഡിവിജ്വലി ഓരോ പിക്സൽ ലെവലിലുള്ള വോൾട്ടേജും നമുക്ക് ട്രാൻസിസ്റ്റർ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. As each transistor is so small, the amount of charge needed to control it is also small. അപ്പോൾ ട്രാൻസിസ്റ്റർ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഓരോ പിക്സൽ ലെവലില് കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചാർജിന്റെ എമൗണ്ടും ഇവിടെ വളരെ ചാർജിന്റെ ക്വാണ്ടിറ്റി എമൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ചാർജിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ചാർജിന്റെ ക്വാണ്ടിറ്റി ഇവിടെ വളരെ ചെറുതാണ്. സോ ദി പവർ റിക്വയർമെന്റ് ഇസ് ഓൾസോ ലെസ്. അതുകൊണ്ട് ഈ TFT ട്രാൻസിസ്റ്റർ ടൈപ്പ് മോണിറ്റർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ റിക്വയർമെന്റും വളരെ ചെറുതാണ്. So these are the
ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോണിറ്റേഴ്സ്. ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസ് ആണ് മോണിറ്റർ. ഒരു മോണിറ്റർ ഇല്ലാതെ നമുക്ക് കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ പറ്റൂല. ഇതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. മോണിറ്റർ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ഡിവൈസിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ്. Okay, thank you very much.